നിങ്ങൾ ചപ്പാത്തി കഴിച്ച് മടുത്തോ? കറി പോലും ആവശ്യമില്ലാത്ത വളരെ രുചികരമായ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് എത്ര ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് പൊടി എടുത്തോ കേട്ടോ. എനിക്ക് ആവശ്യത്തിനനുസരിച്ച് 1 ഗ്ലാസ് പൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ പേരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കണേ. ഞാനിപ്പോൾ ഇത് 3 ബോളാക്കിയിട്ടാണ് എടുത്തത്. ഇനി കുറച്ച് പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അധികം നേർക്കാൻ നിൽക്കണ്ട, ഒരു മീഡിയം സൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു ബോട്ടലിന് മൂടിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അളവ് പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി സംഭവമാണ്, പെട്ട് പറയുന്നില്ല. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് 2 മുട്ടയാണ്. 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളകാണ്. അത് നിങ്ങളെ എരിവിന് ആവശ്യമുള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ മുട്ടയും മസാലയും ഉപ്പൊക്കെ മിക്സ് ആകുന്ന രൂപത്തിൽ തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ. ഇനി ഇതിലേക്ക് ഇതുപോലുള്ള കാരപ്പ ചട്ടിയാണ് എടുത്തത്. ഇതിലേക്ക് കുറച്ച് എണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ വെച്ചു കൊടുക്കണേ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഐഡിയ ചെയ്യാം. അതുപോലെ നമുക്ക് ഇതുപോലെയൊക്കെ കൊടുത്ത കുട്ടികൾ തീർച്ചയായും കഴിക്കും കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇതുപോലെ തിരിച്ചിട്ട് നമുക്ക് എല്ലാ വർഷവും നല്ലോണം വേവിച്ചെടുക്കാം. ഇതൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, കൂടുതലൊന്നും ഫ്ലെയിം ആക്കി വെക്കേണ്ട ആവശ്യമില്ല. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മുട്ടയാണല്ലോ, അതുകൊണ്ട് കരിഞ്ഞു പോകുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.